അഭിമുഖങ്ങളിലെല്ലാം മക്കളെക്കുറിച്ച് വാചാലരാകാറുണ്ട് ശ്രീനിവാസനും വിമലയും. സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തിരക്കഥ മുതൽ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ചർച്ച ചെയ്തിരുന്നു വിനീത്. എന്നാൽ ലവ് ആക്ഷൻ ഡ്രാമ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു എന്ന് ശ്രീനിവാസൻ പറഞ്ഞത്. അച്ഛനോടൊന്ന് ചോദിക്കുമോനെ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ആ കാണിക്കാം എന്നായിരുന്നു ധ്യാനിന്റെ മറുപടി. അവന് ഷോട്ടിനെ കുറിച്ചൊക്കെ അറിവുണ്ടോന്നെന്ന് സംശയമുണ്ടായിരുന്നു. അവന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതൊക്കെ മാറിയെന്നായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത്. അമ്മാവൻ കുറേ സിനിമകൾ ചെയ്തിരുന്നു. അതിൽ ധ്യാനും അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു അതെല്ലാം മനസ്സിലാക്കിയത്. മക്കൾ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു. തുടക്കം മുതലേ എനിക്കറിയാമായിരുന്നു. ശ്രീനേട്ടൻ കുറെ കഴിഞ്ഞാണ് അറിഞ്ഞിരുന്നത്. വിനീത് ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. ശ്രീനേട്ടൻ എവിടെയോ പോകുന്നതിനിടെയായിരുന്നു ഫോൺ. അച്ഛാ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് വിനീത് പറഞ്ഞു. അത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു ശ്രീനേട്ടൻ പറഞ്ഞത്. അന്ന് വീട്ടിൽ വന്ന പെൺകുട്ടിയല്ലേ എന്നും ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വിനീതിന്റെ ചോദ്യം. അവൾ വന്ന സമയത്ത് വിനീതിന്റെ മുഖഭാവമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. പെൺകുട്ടിയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നും കാണാനില്ലായിരുന്നു. വിവാഹശേഷമായിരുന്നു ദിവ്യയും വിനീതിനൊപ്പം ചെന്നൈയിൽ സെറ്റിലാകുകയും ചെയ്തു. ധ്യാൻ നേരെ വന്ന് പ്രണയം പറയുകയായിരുന്നു. തിരുവല്ലയിലാണ് അവരുടെ വീട്. ഞങ്ങൾ നേരെ അവിടേക്ക് പോവുകയായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള കുട്ടിയാണ്. കൊച്ചുമോളെ കാണാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. 3-4 ദിവസം ഇവിടെയെങ്കിലും അവളൊന്ന് വന്നാൽ വീട് മുഴുവൻ ഉണരും എന്നായിരുന്നു കൊച്ചുമകളെക്കുറിച്ച് ഇരുവരും സംസാരിച്ചത്. ജീവിതത്തിൽ എപ്പോഴത്തെ എന്റർടൈൻമെന്റ് അവളാണ്. അവളോട് സംസാരിച്ചും കളിച്ചും നേരം പോകുന്നത് അറിയില്ലായിരുന്നു എന്ന് കൊച്ചുമകളെക്കുറിച്ച് ഇരുവരും പറഞ്ഞത്. മക്കളിൽ ആരെയാണ് ഇഷ്ടം എന്നൊന്നും ചോദിക്കരുത്. അത് പറയാനാവില്ല. അവർ രണ്ടുപേരും ശ്രീനിയേട്ടൻ്റെ അടുത്ത് ഒരുപോലാണ്. സിനിമയിലേക്ക് വരാൻ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല. ധ്യാൻ ഷോർട്ട് ഫിലിം ചെയ്ത് വിനീത് കണ്ടിരുന്നു. അവനെക്കൊണ്ട് പറ്റുമെന്ന് കരുതിയാണ് എടുത്തത്. വിനീത് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. വീട്ടിൽ വന്നാൽ സിനിമയെക്കുറിച്ചെല്ലാം അച്ഛനും മക്കളും സംസാരിക്കാറുണ്ട്. ധ്യാൻ നന്നായി ചെയ്യുന്നുണ്ട്. അവൻ തന്നെ ഫിക്സ് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നതാണെന്ന് വിനീത് പറഞ്ഞു. അവനെ എടുത്തതിന് ശേഷമാണ് ശ്രീനിയേട്ടൻ പറഞ്ഞത്. ആ സിനിമ കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരോടാണെങ്കിലും അതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയും.